ഹായ്, അവിടുത്തെ കിച്ചണിലേക്ക് സ്വാഗതം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് ഉണ്ടാക്കാം. 4 മണി പലഹാരമാണ്, ഹെൽത്തി സ്നാക്കാണ്. നോക്കാം. വാഴപ്പിണ്ടിയാണ് നമ്മുടെ സ്നാക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. പുറം ഭാഗത്തെ പോർഷനൊക്കെ കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. ഇത് ചെറുതായിട്ട് നുറുക്കിയെടുത്തിട്ടാണ് വട ഉണ്ടാക്കാൻ പോണേ. ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അരിയുമ്പോൾ തന്നെ നാര് കളഞ്ഞെടുക്കാം. കുറച്ച് വേവുണ്ട് വാഴപ്പിണ്ടിക്ക്, അതുകൊണ്ട് ഇത്ര വലുപ്പത്തിൽ തന്നെ മതി. അധികം കട്ടി കൂടണ്ട. ഒരേപോലത്തെ തിൻ പീസസ് ആയിട്ട് കഷ്ണങ്ങളെടുക്കാം. ഇത് നല്ലോണം കഴുകിയിട്ടെടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ പാനിലൊഴിച്ചിട്ട് നുറുക്കി വെച്ച വാഴപ്പിണ്ടി ചേർക്കാം. ഒന്ന് വഴറ്റിയെടുക്കണം. ഒന്ന് ഇളക്കിയിട്ട് പൊടികൾ ചേർക്കാം. അതിന് മുമ്പ് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. പാനിൻ്റെ നടുഭാഗത്ത് തന്നെ ഇട്ടിട്ട് ചൂടാക്കാം. അപ്പോൾ വേഗം ആയിക്കോളും. പച്ചമണം മാറിയാൽ മതി. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ മുളക് പൊടി, പാകത്തിന് ഉപ്പ്, ഇത്രയും ചേർത്തിട്ട് ഇളക്കി യോജിപ്പിക്കാം. പൊടികളൊക്കെ കഷ്ണങ്ങളിൽ മിക്സ് ആവണ പോലെ ഇളക്കിയിട്ട് ഒന്ന് അടച്ച് വേവിക്കാം. ഈ പൊടികൾ ഇപ്പോൾ ഈ വാഴപ്പിണ്ടിയിലേക്ക് മാത്രമുള്ളതാണ്. നമ്മൾ ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കുമ്പോൾ വീണ്ടും നമുക്ക് പൊടികൾ ചേർക്കണം. ഇനി ലോ ഫ്ലെയിമിലാക്കിയിട്ട് വയ്ക്കാം. ഇപ്പോൾ 3 മിനിറ്റ് ആയിട്ടുണ്ട്. വാഴപ്പിണ്ടിയിൽ നിന്നും കുറച്ച് വെള്ളം ഇറങ്ങിയത് പറ്റിയിട്ടുണ്ട്. ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം. ചൂടാറട്ടെ. വേഗം ചൂടാറണമെങ്കിൽ പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി വേവിച്ച് വെച്ച വാഴപ്പിണ്ടി ബൗളിലേക്ക് മാറ്റാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും ചേർത്ത് വേവിച്ചതാണ്. കഷ്ണങ്ങളിലേക്ക് വേണ്ട പൊടികൾ മാത്രമേ ചേർത്തിട്ടുള്ളൂ. കുറച്ച് കറിവേപ്പില ചേർക്കാം. 1 കപ്പ് സബോള നുറുക്കിയത് ചെറുതായിട്ട് അരിഞ്ഞതാണ്. 1 കപ്പ് കടൽമാവ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ പകുതി ചേർക്കാം. ഇനി ഇതിലേക്ക് വേണ്ട ഉപ്പ്. 1 ഹീപ്പ് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കായപ്പൊടി, ഇത്രയും ചേർത്തിട്ട് കൈകൊണ്ട് നല്ലോണം യോജിപ്പിക്കാം. വെള്ളം ചേർക്കുന്നതിന് മുമ്പ് ഇങ്ങനെ കുഴച്ചെടുക്കാം. സബോളയിൽ നിന്നുള്ള വെള്ളമൊക്കെ കൂടി ഒന്ന് ഇറങ്ങും. അപ്പോൾ പാകത്തിന് വെള്ളം അവസാനം ഒഴിച്ചാൽ മതി വേണമെങ്കിൽ തന്നെ. ഇപ്പോൾ നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. 6 ടേബിൾ സ്പൂൺ ദോശമാവ് കൂടി ചേർക്കാം. ഈ മാവ് ചേർത്തിട്ട് വേണമെങ്കിൽ മാത്രം വെള്ളം ചേർക്കാം. കുറച്ചും കൂടി കടലമാവും ചേർക്കേണ്ടി വരും നോക്കിയിട്ട്. ഇപ്പോൾ ഈ പാകത്തിനായി ഇനി ബാക്കിയുള്ള കടലമാവും ചേർക്കാം. ആദ്യം നമ്മൾ 1/2 കപ്പ് ചേർത്തു. ഇപ്പോൾ രണ്ടാമത്തെ 1/2 കപ്പ്. അങ്ങനെ ആകെ 1 കപ്പാണ് ഇതിലേക്ക് ചേർത്തേക്കണ കടലമാവ്. കുറച്ച് വെള്ളം, ഒരു 3 ടേബിൾ സ്പൂൺ ഒഴിക്കാം. ഇപ്പോൾ പാകം കൺസിസ്റ്റൻസിയായി. ഇതിന് വട പോലെ കുറച്ച് പരത്തി ഫ്രൈ ചെയ്യാം, അല്ലെങ്കിൽ സ്പൂൺ കൊണ്ട് കോരിയിട്ട് ഫ്രൈ ചെയ്യാം. ഒരുപാട് വലിയ വടകളാണുണ്ടെന്ന് മാത്രം, വേവാൻ ബുദ്ധിമുട്ടാവും. ചീനിച്ചട്ടി ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കാം. ഡീപ് ഫ്രൈ ആണ്, അതുകൊണ്ട് വട മുങ്ങി കിടക്കണത്ര എണ്ണ വേണം. എണ്ണ ചൂടായി. കയ്യിൽ മാവ് എടുത്തിട്ട് ഒന്നും ബോൾ പോലെ ആക്കിയിട്ട് എണ്ണയിലേക്കിടാം. വിരലുകൊണ്ട് ഒന്ന് ഇങ്ങനെ റോൾ ചെയ്താൽ മതി. 1-2 മിനിറ്റ് കൊണ്ട് തന്നെ ഒരു സൈഡ് വേകും. ഇപ്പോൾ ആയിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ മതി. ഒന്ന് തിരിച്ചിടാം. 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടില്ലെങ്കിൽ ഉള്ളു വേവില്ല. വാഴപ്പിണ്ടി കഷ്ണങ്ങളും സബോളയൊക്കെ ഇങ്ങനെ നിൽക്കും സ്നാക്കിൽ. ഇതുപോലെ എല്ലാം വറുത്തെടുക്കാം. വേഗം തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. സോഡാപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല നമ്മൾ. നല്ല ഹെൽത്തിയാണ്. ദോശമാവിൻ്റെ ചെറിയൊരു പുളിരസവും പാകത്തിന് എരിവും ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ ഫ്ലേവറും ഒക്കെ ചേരുമ്പോൾ വാഴപ്പിണ്ടി ചേർത്തത് അറിയില്ല, പക്ഷെ നല്ല ടേസ്റ്റും ഉണ്ടാവും. നല്ലോണം ക്വാണ്ടിറ്റി ഉണ്ടാവും. പുറം ഭാഗം നല്ല ക്രിസ്പി ആവും, വടയുടെ ഉള്ളിൽ സോഫ്റ്റും. കുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ വാഴപ്പിണ്ടി തോരനൊന്നും കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിലും ഇത് ധാരാളം കഴിച്ചോളും. ഉണ്ടാക്കി നോക്കുക, നല്ല ഇഷ്ടമാവും. ഓർത്തിച്ചും ലൈക്ക് ചെയ്യുക. നല്ലൊരു വിഭവമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.